എടി ഞാനാടി ജൂണേട്ടൻ. ഓ ഈ അച്ഛൻ എന്തൊക്കെയാണ് ഈ പറയണേ? ഒന്ന് പോവച്ചാ. എടി ഞാൻ ജൂണേട്ടൻ വാ ജൂണേട്ടാ. ഞാനോ ജൂണോ? ആടാ ദ്രോഹി ഇജ്ജെന്നെ. ഇതൊക്കെ എപ്പോ? ജൂണേട്ടൻ എവിടെയാണ് ജൂണേട്ടാ? ഞാൻ കൊറേ നേരമല്ലോ നോക്കണേ. എടാ ഇവൾക്ക് എന്തെറ്റി? ഓൾക്ക് മെമ്മറി ലോസ് ഉണ്ടാവും പറഞ്ഞു ഡോക്ടർ. ഞാൻ ഇത്രക്കും പ്രതീക്ഷിച്ചില്ല. അയ്യോ അപ്പൊ ഞാനാ നീ? അപ്പൊ നീയോ? അച്ഛൻ. അച്ഛനോ? നിങ്ങൾ രണ്ടാളും എന്താ സംസാരിക്കണം? പിന്നെ അച്ഛ ഞാൻ എപ്പോഴും പറയില്ലേ ജൂണേട്ടനെ പറ്റി? ആ ജൂണേട്ടനാണ് ഈ ജൂണേട്ടൻ. വാവ് ബ്യൂട്ടിഫുൾ. സാരമില്ല മോളെ, നിനക്കൊന്നുമില്ല. ഓ അപ്പൊ ജീനിയോ അമ്മ? ഇവിടെ ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? പിന്നെ അമ്മേ ഇതാണ് ജൂണേട്ടൻ. ഹായ്, നൈസ് ടു മീറ്റ് യു. ഇപ്പൊ കുറച്ചേരം മുന്നേ ശരിക്കും ഇവിടെ എന്താ? ഡോക്ടർ പറഞ്ഞില്ലേ ഇവൾക്ക് മെമ്മറി പോകുന്നു. അത് പോയതാ ഇപ്പൊ കണ്ടത്. ഞാനാണ് അച്ഛൻ, ഇവൻ ജൂൺ. അയ്യോ എന്നെ കൊല്ലി. അയ്യോ നമുക്ക് ഡോക്ടറോടൊന്ന് പോയി സംസാരിക്കാം. മോളെ വീട്ടിലെ ഗ്യാസ് ഓഫാക്കാൻ മറന്നു, അത് ഓഫാക്കിട്ട് വരാട്ടോ. അതിന് അച്ഛനും ജൂണേട്ടനൊക്കെ എന്തിനാ പോണേ? അത് പിന്നെ അച്ഛന്റെ കയ്യിലാണല്ലോ വീടിന്റെ കീ ഉള്ളത്. അതെ പിന്നെ എന്റെ കാറിലാണല്ലോ ഇവര് പോണത്. യൂഞ്ചില്ലത്. എടി യൂഞ്ചി അവിടെ നിക്കടി. നിക്കടി അവിടെ. എടി യൂഞ്ചി എന്നോട് ഞാൻ നിക്കാനാ പറഞ്ഞേ, മര്യാദക്ക് അവിടെ നിന്നു. അന്നോട് ഞാൻ അവസാനായിട്ട് പറയാം, മര്യാദക്ക് അവിടെ നിന്നു, അല്ലെങ്കിൽ എറിഞ്ഞു വീഴ്ത്തു ഞാൻ. അങ്ങനെ വൈക്കുവാ. അവിടെ നിക്കടി പൂച്ചേ. ഇനി പറ. അയ്യോ ഓൾക്കൊന്നും അറിയൂല. അപ്പൊ എനിക്ക് എന്നെ ഇഷ്ടല്ലേ? ഇനി ഇജി കിടന്നു ഉരുളണ്ട. ഇജി മാത്രം പൊപ്പോ തന്നാ മതിയോ? ഇജിപ്പോ പോവണ്ട. ആരും വരില്ല രക്ഷിക്കാൻ. അവൾക്കൊരു ചെറിയ ഡിസോർഡർ ആണ് വന്നിട്ടുള്ളത്. അതായത് ആൾക്കാരെ മാറിക്കാണാം. അപ്പം ഈ ഒരു ടൈമിൽ അവളുടെ അടുത്ത് എതിര് സംസാരിക്കാനോ അതോ ദേഷ്യപ്പെടാനോ അവള് പറയുമ്പോൾ ഒക്കെ അതിനെതിര് പറയാനോ ഒക്കെ നിൽക്കുകയാണെങ്കിൽ അവൾക്കത് ചിലപ്പം എഫക്ട് ചെയ്തേക്കും. പക്ഷെ ഡോക്ടർ ഓളെന്നെ അച്ഛൻ എന്നൊക്കെ വിളിക്കണത്. അത് സാരമില്ല. നിങ്ങൾ ഇനിയിപ്പോ അമ്മയല്ല ഞാൻ അച്ഛനല്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് ചിലപ്പോൾ അവളുടെ ഹെൽത്തിനെ തന്നെ ബാധിക്കും. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് ദിവസത്തിനൊന്ന് അഭിനയിക്കും. അച്ഛനായിട്ടോ? അല്ല ഇയാള് ശരിക്കും അവരുടെ ആരാ? ബോയ് ഫ്രണ്ട്. സോറി, എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ. അല്ലടാ നമുക്ക് ഹരി സാറിനെ വിളിച്ച് പറയണ്ടേ? സാറിനോട് പറയണം. ഞാൻ വിളിക്കട്ടെ. ഒരു കോള് വരുന്നുണ്ട്. എടുത്തു നോക്ക്. ജൂണാണല്ലോ. ഹലോ സാർ. ആടാ പറ. സാറ് ടെൻഷൻ അടിക്കരുത്, കൂളായിരിക്കണം. എന്താണ് കാര്യം പറയും. ജീനിന്റെ തലയിൽ തേങ്ങ കാണും. ഓളിപ്പോ ഹോസ്പിറ്റലില്ല, നമ്മളൊക്കെ ഇവിടെ ഉണ്ട്. സാർ ഏത് ഹോസ്പിറ്റൽ? നമ്മുടെ ഹോസ്റ്റലിന്റെ അടുത്തുള്ള ഹോസ്പിറ്റലില്ല. ഞാൻ അതേ വരുന്നേ. ആൾക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ? കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോ വരാം. ജീനി ഹോസ്പിറ്റലിലാണെന്ന്. അയ്യോ അവൾക്ക് എന്ത് പറ്റി? അറിയൂല, തലേ തേങ്ങ വീണെന്നാ പറഞ്ഞേ. ഞാനും വരാ കൂടെ. ജീനി. ടോമിയോ? അതാരാ? അച്ഛനറിയില്ലേ ടോമിയെ, നമ്മളെ വീട്ടിലെ പട്ടി. അപ്പത്തിന് മറന്നോ? പട്ടിയോ? ഭാഗ്യം അച്ഛനായത്. അല്ല ഇവൾക്ക് എന്ത് പറ്റി? തലേ തേങ്ങ വീണപ്പോ ചെറുതായിട്ടൊന്ന് മെമ്മറി ലോസ് ആയത്. അയ്യോ ജീനി മോളെ, ചേട്ടനെ നോക്ക്. നിനക്ക് വേദന ഒന്നും ഇല്ലല്ലോ? എന്തേലും പ്രശ്നമുണ്ടോ? ജീനി. ടോമിക്ക് ഈയിടെയായിട്ട് തീരെ അനുസരണയില്ല. അയ്യോ എന്റെ ജീനി. എടി പട്ടി അല്ലടി, എന്റെ ഏട്ടനാടി. സാരല്ലേ ഹരി സാർ. എന്തൊക്കെയാടാ ഓൾക്ക് സംഭവിക്കണേ? ഡോക്ടർ പറഞ്ഞത് ഓള് പറയണ ഒക്കെ സമ്മതിച്ചു കൊടുക്കണം. ഞാനാണ് അച്ഛൻ. ഞാൻ ജൂൺ. ജീനി എന്നെ ഓർമ്മണ്ടോ? ഇതാര് മിന്നി? അതാരാ? അമ്മയ്ക്കറിയില്ലേ മിന്നീനെ? നമ്മുടെ വീടിന്റെ അപ്പുറത്തുള്ള നാൻസിയുടെ വീട്ടിലെ പെൺപട്ടി. നമ്മുടെ ടോമി കോളൊരു നോട്ടല്ലേനു. എടാ കള്ള ടോമി കുട്ടായച്ചോളം വളച്ചല്ലേ. അയ്യോ എന്റെ പെങ്ങൾക്ക് ഉള്ള ബുദ്ധിയും പോയേ. എടാ ഇത് സീരിയസ് ആണ്, ഞാൻ പോയി ഡോക്ടറോട് സംസാരിച്ചിട്ട് വരാം. ജൂണേട്ടാ ഇതെന്താ എന്റെ അടുത്ത് വന്നിരിക്കാത്തെ? ഇങ്ങ് വാ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. ജീനി എന്താ അച്ഛാ? എന്താ കാട്ടണേ? ഞാൻ എന്റെ ജൂണേട്ടനെ
അച്ഛനെ ഒന്ന് കെട്ടിപ്പിടിക്കട്ടെ. ജീനി ഓ ഈ അച്ഛനെ കൊണ്ട് എന്താ അച്ഛാ? സ്വന്തം അച്ഛന്റെ മുന്നിൽ വെച്ചാണോ വേറൊരാളെ കെട്ടി പിടിക്കണേ? അതിന് തന്നെ ജൂണേട്ടനല്ലേ. അയ്യർച്ചി ഓ ഈ അച്ഛന്റെ ഒരു കാര്യം, അച്ഛൻ പോയ അമ്മേനെ കെട്ടിപ്പിടിക്കും. അത് വേണ്ട. അച്ഛൻ അമ്മേനെ കെട്ടിപ്പിടിക്കുന്നതിന് ജൂണേട്ടൻ എന്താ? അല്ല എന്നാലും ഓ ഇവളിന്ന് ഞാൻ ജീനി. ഓ പേടിച്ചു പോയി. എന്താ അമ്മേ? എന്റെ ജീനിമോള് വല്ലാണ്ട് അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ. ഈ കഞ്ഞി കുടിക്ക്. ജീനിമോൾക്ക് വേണ്ടി അമ്മ ഉണ്ടാക്കിയതാ. എനിക്ക് വേണ്ട. അങ്ങനെ പറഞ്ഞാലൊന്നും പറ്റൂല. ഇത് കഴിക്ക്. എനിക്ക് വേണ്ട അമ്മ. മതിയായിക്കത് കുടിച്ചോ. ഒരു ജൂണായിട്ടെന്നെ കെട്ടിപ്പിടിക്കാൻ പോവാ. ഇത് കഴിച്ചിട്ട് പോയാ മതി. അമ്മ എന്തിനാ വഴക്ക് പറഞ്ഞ്? അയ്യോ എന്റെ ജീനിമോളെ, കഞ്ഞി കുടിച്ചാലല്ലേ ശക്തി ഉണ്ടാവുള്ളൂ. ശക്തി ഉണ്ടായാലല്ലേ വലുതാവുള്ളൂ. അതുകൊണ്ടല്ലേ അമ്മനെ പറഞ്ഞേ. അതുകൊണ്ടാട്ടോ അമ്മനെ പറഞ്ഞേ. വാ വേഗം വന്ന് കഞ്ഞി കുടിക്കാം. അമ്മന്റെ വാവക്ക് മരുന്ന് കുടിക്കാളല്ലേ. വാ ഞാൻ കുടിക്കാം. എന്നാ അത് കഴിക്ക്. നല്ല കുട്ടി, അമ്മന്റെ ചക്കര കുട്ടി. ഇത് കുടിക്കിട്ടോ, ഞാൻ ഇപ്പൊ വരാം. ഓക്കെ മമ്മി. ഓ നിക്കാണ്ടില്ലേ, കെട്ടിപ്പിടിക്കാൻ പറഞ്ഞപ്പോഴാണ് നിന്ന് കൊടുക്കുക. ഒരു കുത്തച്ചുണ്ടല്ലോ. അതിന് ഞാൻ എന്ത് ചെയ്ത്? ഒന്നും ചെയ്തില്ല. ഡോക്ടർ, ഞാൻ ജിനിയുടെ ചേട്ടനാണ്. അവൾക്ക് എന്താ പറ്റിയ ഡോക്ടർ? അവൾക്ക് എന്താ പറ്റി? നിങ്ങൾ സമാധാനിക്കൂ, ഞാൻ എല്ലാം പറഞ്ഞുതരാം. അവൾക്ക് തലക്ക് പരിക്കൊന്നും പറ്റിയിട്ടില്ല. ഒരു ചെറിയ മുറിവുണ്ട്, അത് ഞാൻ പോയിക്കോളും. ആ തേങ്ങ വീണ ആ ഫോഴ്സിൽ അവൾക്ക് പ്രൊസോപഗ്നോഷ്യ എന്ന് പറഞ്ഞ ഒരു റെയർ കണ്ടീഷൻ സംഭവിച്ചിട്ടുണ്ട്. എന്ത് സംഭവിച്ചു? പ്രൊസോപഗ്നോഷ്യ. ആ സാധനം 2 പ്രാവശ്യം തെറ്റിക്കാണ്ട് പറഞ്ഞതിന്റെ കഷ്ടപ്പാട് എനിക്കേ അറിയുള്ളൂ. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അപ്പം ഈ ഒരു റെയർ കണ്ടീഷൻ സംഭവിച്ചത് കൊണ്ട് നിങ്ങൾ അവൾ പറയുന്നതൊക്കെ സമ്മതിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ അത് അവളുടെ ഹെൽത്തിനെ ബാധിക്കാം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഓള് പറയണ ഒക്കെ സമ്മതിച്ചു കൊടുക്കണം എന്നാണോ ഡോക്ടർ പറയണേ? അതെ. ജീനി, ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അച്ഛാ, എന്തോ ഈ ടോമിന്റെ സൗണ്ട് എന്തോ പച്ച പോലെയല്ലേ? ഉണ്ടോ? അച്ഛാ ടോമി ഒന്ന് കുറച്ചേ. ഡോക്ടർ പറഞ്ഞില്ലേ അവൾ പറയണൊക്കെ ചെയ്തു കൊടുക്കാൻ? ചെയ്ത് കൊടുക്ക ഹരി. എടി പക്ഷെ കൊരക്കാനൊക്കെ ഒരു കൊരല്ലേ ടോമി, കൊരക്കി. ഓ എടാ നമുക്ക് എനിക്കിട്ട് തങ്ങണല്ലേ. അങ്ങനെ പറഞ്ഞു കൊടുക്കച്ചാ ടോമിയോട്. ശരി മോളെ. എടാ ടോമി കൊര. ഓ നിന്നെ ഞാൻ എടുത്തോളാട്ടാടാ അച്ഛാ. ശരി ശരി. കണ്ടോ, പണ്ട് ടോമിയുടെ സൗണ്ട് നല്ല രസമുണ്ടായിരുന്നു. ഇത്രയും കഷ്ടപ്പെട്ട് കുറച്ചിട്ട് കൊള്ളൂലെന്നു. പാവൻ ടോമി, ജലദോഷം പിടിച്ച് സൗണ്ട് മാറിയ. അച്ഛോ പാവന്റെ ടോമി, ഇങ്ങോട്ട് വാ. ജീനി, ഇതാരാ? റോസി ആന്റി. റോസി ആന്റിയോ? അതാരാ? എടി ഞാൻ യൂഞ്ചിയാണ്. അല്ല റോസി ആന്റിയാണ്. എല്ലടി യൂഞ്ചിയാണ്, നോക്ക്. റോസി ആന്റി ആണ് ആണ് ആണ്. അത് റോസി ആന്റി തന്നെയാണ്. റോസി ആന്റി മോളെ പറ്റിക്കാൻ വേണ്ടി പറയാ. അല്ല റോസി ആന്റി? ആണോ? ഞാൻ വിചാരിച്ചു റോസി ആന്റി എന്താ ഇങ്ങനെയൊക്കെ പറയണേ. ഇവിടെ എന്താ ഇപ്പൊ സംഭവിക്കണേ? അപ്പൊ എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. പട്ടി വിലയാണ് എനിക്ക്. ചിരിക്കുന്നോ റോസി ആന്റി? ഡീ, ഞാൻ നിന്റെ സാറാണെന്ന് മറക്കരുത്. ഇതെന്താ എല്ലാരും പുറത്തിരുന്ന ചർച്ച? അല്ല ജീനി എണീച്ചോ? ഓ നീച്ച് നീച്ച്. എന്നിട്ട് എവിടെ? ദേ അവിടെ ഉണ്ട്. ഞാൻ പോയി നോക്കട്ടെ. ബാക്കി പോയി നോക്കാം ഓൻ ആരാണെന്ന്. അപ്പുറത്തെ വീട്ടിൽ ഐസോത്തന്റെ വല്ല കോഴിക്കുട്ടി ആയിരിക്കും. പോയി നോക്കാം. ജീനി എങ്ങനെയുണ്ട് ഇപ്പം? ബംഗാളി വാസു. എന്തോന്ന്? അച്ഛൻ വിളിച്ചിട്ട് വന്നായിരിക്കൂലേ കാറ് കേൾക്കാൻ. അച്ഛൻ്റെ ഇവിടെ ഉണ്ട്. അച്ഛാ. മോളെ എന്നെ വിളിച്ചോ? ഇതിപ്പോ അച്ഛാതെ വാസു വന്നിക്കണ. അച്ഛൻ വിളിച്ചിനിയോ? വാസു നീ പോന്നു? കക്കൂസ് കേൾക്കാണ്ട്. അമ്മേ, അമ്മ. എന്താ ജീനി മോളെ, എനിക്ക് കുറച്ച് വെള്ളം എടുത്തു തരുമോ? അതിനെന്താ ഇപ്പം കൊണ്ടുതരാട്ടോ. അമ്മ അവൾ അച്ഛൻ ഇതൊക്കെ എപ്പോ? ജൂനേട്ടാ നിങ്ങൾ എവിടെ? ഞാനിവിടെ ഉണ്ട് ജീനി. അപ്പൊ ജോ ഇച്ചല്ലേ ജോണ്? ഞാൻ അച്ഛൻ. ഇതൊക്കെ എപ്പോ എന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്നിട്ട് റോസി ആന്റി ഇപ്പോഴും പോയില്ലേ? റോസി ആന്റി ഇല്ല മോളെ, അമ്മനോട് ഞാനിങ്ങനെ ഓരോരോ കാര്യം ചൊല്ലിയിരിക്കുന്നു. നീയും ചെപ്പള റോസി ആന്റി? വാസു വാ കക്കൂസേ കണ്ടേ? അല്ല സത്യത്തിൽ ഇവിടെ എനിക്കാണോ വട്ടത് നിങ്ങൾക്കാണോ വട്ട് അറിയാത്തോണ്ടിരിക്കുക. രണ്ടുപേർക്കും വട്ടിയില്ല. ഇങ്ങോട്ട് വാ പറഞ്ഞുതരാ. ഓ അപ്പൊ അതാണ് കാര്യം. അല്ല അപ്പൊ നമ്മൾ ഈ ക്യാരക്ടറിൽ അഭിനയിക്കണം എന്നാണോ ഇജിപ്പോ പറയണേ? അതന്നെ. ഓ
അതെ ഞാനാണ് അച്ഛൻ. അതല്ല, ഞാൻ എന്റെ ഹിന്ദി ഒന്ന് പൊടി തട്ടിയെടുത്തതാ. അത് ശരി, ഇപ്പൊ തന്നെ തുടങ്ങി. പിന്നല്ല, ബംഗാളി വാസ് ഓൺ ട്രാക്ക്. അവസാനം ഇവന് വട്ട. ഓ, ഇവളെന്തിനാ ജൂണേട്ടനെ എന്നെ വിളിക്കണത്? ജൂണേട്ടാ. എന്താ ജീനി? അച്ഛനല്ല, ജൂണേട്ടനാണ് ഞാൻ വിളിച്ചത്. എന്താ ജീനി? എന്റെ കൈ ഒന്ന് മസാജ് ചെയ്ത് തരോ? വേണ്ട, അച്ഛന്റെ ചക്കര കുട്ടിക്ക് അച്ഛൻ മസാജ് ചെയ്ത് തരാം. ജൂണേട്ടൻ ഇങ്ങൊന്ന് വന്നേ. ദേ വരുന്നു. ഈ ജൂണേട്ടനല്ല, ആ ജൂണേട്ടൻ. ഞാനാണോ? എന്നെ വാ. ദേ വരുന്നു. വാ വാ. എന്തേ? ഒരു മസാജ് ചെയ്യാൻ വിളിച്ചപ്പോത്തിന് അങ്ങോട്ട് പോവാ. വായ നോക്കി. അത് പിന്നെ അവള് വിളിച്ചിട്ടല്ലേ? അതിന് ആരെങ്കിലും ഒന്ന് മസാജ് ചെയ്യാൻ വിളിച്ചങ്ങോട്ട് പോവാ. എന്തേ, പോവണോ അതോ പോവണ്ടേ? എന്നാ പോ. എന്നാ പോവാ. പോയിക്കോ പോയിക്കോ. മസാജ് ചെയ്ത് കൊടുക്ക, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ പോവാണ്. ഏയ് അങ്ങനെ പോവല്ലേ, ഞാൻ വെറുതെ പറഞ്ഞല്ലേ. പോയി എന്തേലും കാട്ടെ. എനിക്ക് നല്ല ജലസാവുണ്ടല്ലേ. ജലസോ? അത് എനിക്കോ? എന്തിന്? ഞാൻ കൊറേ നേരമായി ശ്രദ്ധിക്കുന്നു. അതെനിക്ക് തോന്നിയിരിക്കും. പിന്നെ ജലസോ അതെനിക്ക്. അത് ശരിയാ, ചെലപ്പോ തോന്നിയായിരിക്കും. അന്നെ പോയി മസാജ് ചെയ്തിരിക്കട്ടെ. കൊല്ലും ഞാൻ. അന്നെ ഞാൻ കൊല്ലുന്നേ. ഓഹോ, അപ്പൊ എനിക്ക് ശരിക്കും അസൂയ ഉണ്ടല്ലേ? ഉണ്ടെങ്കിൽ എനിക്ക് എന്നെ ഇഷ്ടായിരിക്കും. അതിനത് ആര് പറഞ്ഞു? നിനക്ക് എന്നെ ഇഷ്ടാണെന്ന് പറഞ്ഞൂടെ വേണ്ട? എന്നാ എനിക്ക് ഇഷ്ടാണ്. എന്ത് ഇഷ്ടാണെന്ന്? കേട്ടില്ല. എനിക്ക് ഇഷ്ടാണ് ഇഷ്ടാണ് ഇഷ്ടാണെന്ന്. എന്തിനാ ചിരിക്കണേ? ഒന്നുമില്ല, നല്ല രസമുണ്ട് കാണാൻ.